അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1318, സൂറത്തു തൗബ 115, 116 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ കാന അല്ലാഹു ലിയുളില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ. إن الله بكل شيء عليم. إن الله له ملك السماوات والأرض يحيي ويميت وما لكم من دون الله من ولي ولا نصير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما كان الله ليضل قوما. അല്ലാഹു തആല ഒരു വിഭാഗത്തെ വഴിതെറ്റിക്കുകയില്ല. ബഅദ ഇദ് ഹദാഹും, വഴിതെറ്റിക്കുകയില്ല വെച്ചാൽ വഴിതെറ്റിയവരായി പ്രഖ്യാപിക്കുകയില്ല. ബഅദ ഇദ് ഹദാഹും, അവരെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം. ഹത്താ യുബയ്യിന ലഹും, അവർക്കവൻ വിശദീകരിച്ചു കൊടുക്കുന്നതുവരെ മായത്തഖൂൻ, എന്തു കാര്യത്തെയാണ് അവർ സൂക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതുവരെ, വിശദീകരിച്ചു കൊടുക്കുന്നതുവരെ അവരെ വഴിതെറ്റിയവരായി അള്ളാഹു പ്രഖ്യാപിക്കുകയില്ല. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, നിശ്ചയം അള്ളാഹു തആല എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വിശദമായി അറിയുന്നവനാകുന്നു. ഇന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി, നിശ്ചയം ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനാകുന്നു. യുഹ്യീ വയുമീതു, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിനെ വിട്ടുകൊണ്ടുള്ള ഒരു സംരക്ഷകനോ ഒരു സഹായിയോ നിങ്ങൾക്കില്ല തന്നെ എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ 2 സൂക്തങ്ങളിലൂടെ മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചുവല്ലോ, അഥവാ ഇസ്തിഗ്ഫാറിനെ വിലക്കിയല്ലോ. അങ്ങനെ വിലക്കിയപ്പോൾ നേരത്തെ അവിശ്വാസികളായി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നിരന്തരം പൊറുക്കലിനെ തേടിയിരുന്ന വിശ്വാസികളുടെ മനസ്സിൽ അതൊരു വല്ലാത്ത വിഷമമായി നിലനിന്നു. പടച്ചോനെ, ഞങ്ങളങ്ങനെ കുറെ ചെയ്തു പോയല്ലോ, ഇനിയിപ്പോ എന്തു ചെയ്യും, ഞങ്ങളൊക്കെ വഴിതെറ്റിപ്പോയോ എന്ന ആശങ്കയും ബേജാറും അവരുടെ മനസ്സിൽ വന്നു. തത്തുല്യമായ വേറെയും സംഭവങ്ങൾ ഒരുപാടുണ്ട്. നേരത്തെ വിലക്കപ്പെടാതിരുന്ന പലതും, മദ്യം ഉൾപ്പെടെയുള്ള, അതേപോലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച് പിന്നീട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ നിർദ്ദേശം കിട്ടിയപ്പോ നേരത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് കുറെ നിസ്കരിച്ചു, അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളില്ലേ. അതുപോലെ മദ്യം നേരത്തെ വിലക്കപ്പെട്ടിരുന്നില്ല. വിലക്കപ്പെടാത്ത കാലത്ത് യഥേഷ്ടം ആളുകൾ മദ്യം ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള പലരും മരണപ്പെട്ടുപോയി. അവരുടെയൊക്കെ പരലോകം എന്താകും, അവരൊക്കെ ഈ ഹറാമിൽ പെട്ടുപോയല്ലോ എന്ന സന്ദേഹവും ആശങ്കയും വിശ്വാസികളുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുകയാണ്. ആ സമയത്ത് അവർക്കൊരു ആശ്വാസത്തിന്റെ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നൽകുന്നത്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അടുത്ത തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇന്നഹു തആല ലമ്മാ മനഅൽ മുഅ്മിനീന മിൻ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകന്മാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടലിനെ അല്ലാഹു തആല വിലക്കിയപ്പോൾ, ബൽ മുസ്ലിമൂന കാനൂ ഖദ് ഇസ്തഗ്ഫറൂ ലിൽ മുശ്രിക്കീന ഖബല നുസൂലി ഹാദിഹിൽ ആയ, ഈ സൂക്തം അവതരിക്കുന്നതിന് മുമ്പാണെങ്കിൽ വിശ്വാസികൾ മുശ്രിക്കുകൾക്ക് വേണ്ടി യഥേഷ്ടം പൊറുക്കലിനെ തേടുകയും ചെയ്തിരുന്നു. ഫഇന്നഹും ഖബല നുസൂലിൽ ആയത്തി, ഈ സൂക്തം അവതരിക്കുന്നതിന് മുമ്പ് കാനു, അവരായിരുന്നു, യസ്തഗ്ഫിറൂന ലി ആബാഇഹിം വ ഉമ്മഹാത്തിഹിം, അവരുടെ പിതാക്കൾക്ക് വേണ്ടിയും മാതാക്കൾക്ക് വേണ്ടിയും പൊറുക്കലിനെ തേടിയിരുന്നു. വസായിരി അഖരിബാഇഹിം മിമ്മൻ മാത അലൽ കുഫരി, അവിശ്വാസത്തിലായി മരണപ്പെട്ടു പോയ മറ്റു കുടുംബക്കാർക്ക് വേണ്ടിയും അവർ നിരന്തരം പൊറുക്കലിനെ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഫലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, അപ്പോൾ ഈ സൂക്തം അവതരിച്ചപ്പോൾ ഇതിലിപ്പോ എന്താ ഉള്ളത്, മുശ്രിക്കുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടലും നബിതങ്ങൾക്കോ വിശ്വാസികൾക്കോ പറ്റിയ പണിയല്ല എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോ ഈ സൂക്തം അവതരിച്ചപ്പോൾ ഖാഫൂ ബിസബബി മാ സദറ അൻഹും ഖബല ദാലിക മിനൽ ഇസ്തിഗ്ഫാരിൽ മുശ്രിക്കീൻ, ഇതിനു മുമ്പ് സത്യനിഷേധികളായിട്ടുള്ള മുശ്രിക്കുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക എന്നൊരു പ്രവർത്തനം അവരിൽ നിന്നുണ്ടായതിന്റെ പേരിൽ അവർക്ക് ഭയം തോന്നി. പടച്ചോനെ, അതിന്റെ പേരിൽ ഞങ്ങൾ കുടുങ്ങുമോ എന്ന ബേജാറ് വന്നു.
വൈലൻ ഫൈന അഖ്വാമും മിനൽ മുസ്ലിമീൻ അല്ലദീന ഇസ്തഗ്ഫറൂ ലിൽ മുശ്രിക്കീൻ, അതോടൊപ്പം തന്നെ മുശ്രിക്കുകളിൽപ്പെട്ടവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ കാനൂ ഖദ് മാതു ഖബല നുസൂലി ഹാദിഹിൽ ആയ, ഈ സൂക്തം അവതരിക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയിരുന്നു. പൊറുക്കലിനെ തേടാൻ പാടില്ല എന്ന കൽപ്പന വന്നപ്പോ പൊറുക്കലിനെ തേടിപ്പോയല്ലോ എന്ന വിഷമം ജീവിച്ചിരിക്കുന്നവർക്ക്, അതോടൊപ്പം തന്നെ പൊറുക്കലിനെ തേടി ഈ സൂക്തം അവതരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടുപോയ മുസ്ലിമീങ്ങൾ, ആ കുറ്റത്തിന് അവർക്കെന്ത് പരിഹാരമുണ്ടാകും എന്ന വിഷയത്തിലുള്ള ബേജാറ്, ഇത് രണ്ടും വന്നപ്പോ ഫവഖഅൽ ഖൗഫു അലൈഹിം ഫീ ഖുലൂബിൽ മുസ്ലിമീൻ, നേരത്തെ മരിച്ചുപോയ മോമിനീങ്ങൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടാണല്ലോ മരിച്ചുപോയത് എന്ന ഭയം അതും വിശ്വാസികളുടെ മനസ്സിൽ വന്നു. അന്നഹു കൈഫ യകൂനു ഹാലുഹും, എന്തായിരിക്കും ബർസഖി ജീവിതത്തിൽ അവരുടെ അവസ്ഥ എന്ന സന്ദേഹം അല്ലെങ്കിൽ ഒരു ആശങ്ക അതവരുടെ മനസ്സിൽ വന്നു. അപ്പോൾ ഫഅസാലല്ലാഹു തആല ദാലിക്കൽ ഖൗഫ അൻഹും ബിഹാദിഹിൽ ആയ, ഈ 115 സൂക്തം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭയം അഥവാ രണ്ട് രൂപത്തിലുള്ള സന്ദേഹത്തിനും സംശയത്തിനും ആശങ്കക്കും അല്ലാഹു തആല മറുപടി കൊടുത്തിരിക്കുകയാണ്. ആ ഭയം അല്ലാഹു നീക്കിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് ബയ്യന, അല്ലാഹു വിശദീകരിച്ചു, അന്നഹു തആല ലാ യുആഖിദുഹും, അല്ലാഹു തആല വിശ്വാസികളെ ശിക്ഷിക്കുകയില്ല, ബിഅമലിൻ, ഇല്ല ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല, ഇല്ലാ ബഅദൻ യുബയ്യിന ലഹും, അവർക്ക് അല്ലാഹു തആല വിശദീകരിച്ചു കൊടുത്ത ശേഷമല്ലാതെ, അന്നഹു യജിബു അലൈഹിം അൻ യത്തഖൂഹു വയഹ്തരിസു അൻഹു, അതിനെ തൊട്ട് സൂക്ഷിക്കുകയും അതിലേക്ക് പോകാതിരിക്കുകയും ചെയ്യണം എന്നവരോട് വിശദീകരിച്ചു കൊടുക്കാതെ ഒരു പ്രവർത്തനത്തിന്റെ പേരിലും അല്ലാഹു തആല ആരെയും ശിക്ഷിക്കുകയില്ല എന്നല്ലാഹു വിശദീകരിച്ചു. അപ്പൊ നേരത്തെ ഞങ്ങൾ ഈ കൽപ്പന വരുന്നതിനു മുമ്പ് ഞങ്ങൾ ചെയ്തുപോയ പ്രവർത്തനത്തിൽ ഞങ്ങൾ കുറ്റവാളികളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു എന്നർത്ഥം. മുഅ്മിനീങ്ങളെ മനസ്സിൽ മുമ്പ് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു ബേജാറും വേണ്ടതില്ല, ഒരു വിഷമവും വേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒമാക്കാൻ അല്ലാഹു തആല അല്ലാ ലിയുളില്ല ഖൗമൻ, ഒരു വിഭാഗത്തെ വഴിതെറ്റിയവരായി പ്രഖ്യാപിക്കുന്നവനല്ല, ബഅദ ഇദ് ഹദാഹും, അവരെ അവൻ സന്മാർഗത്തിലാക്കിയതിനു ശേഷം. അതിന്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തി, മഅനാഹു മാ കാനല്ലാഹു ലിയഹ്കുമ, കേട്ടോ, ലിയുളില്ല ഖൗമൻ, ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ലിയഹ്കുമ, വഴിതെറ്റിയവരായിട്ട് വിധിക്കുന്നവനല്ല, ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂന അലൈഹിം, മാ യത്തഖൂന അലൈക്കും ബില്ലലാലത്തി ബിതർക്കിൽ അവാമിരി ബിസ്തിഗ്ഫാരിക്കും ലിൽ മുശ്രിക്കീൻ, നിങ്ങൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് വിശദീകരിച്ച് തരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിതെറ്റിയവരായി പ്രഖ്യാപിക്കുകയില്ല. അപ്പൊ മുശ്രിക്കുകൾക്ക് പൊറുക്കലിനെ തേടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നതിന് ശേഷം പിന്നെ പൊറുക്കലിനെ തേടിയാൽ അത് നിങ്ങൾ വഴിതെറ്റിയതായി പ്രഖ്യാപിക്കാൻ കാരണമാകും. എന്നാൽ ആ കൽപ്പന വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിരോധം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തൊരു പ്രവർത്തനത്തിന്റെ പേരിൽ നിങ്ങൾ കുറ്റവാളികളാവുകയില്ല. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞതായി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ബയാനുല്ലാഹി ലിൽ മുഅ്മിനീന ഫീ തർക്കിൽ ഇസ്തിഗ്ഫാരിൽ മുശ്രിക്കീന ഖാസ്സ വബയാനുഹു ലഹും ഫീ മഅസിയതിഹി വതആഅതിഹി അമ്മ ഫഫഅലു വദറു. അല്ലാഹു തആല വിശ്വാസികളോട് മുശ്രിക്കുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടലിനെ ഒഴിവാക്കണമെന്ന പ്രത്യേക കൽപ്പന വന്നതിന് ശേഷം ആ വിഷയത്തിൽ ഒരു അബദ്ധം വന്നാൽ അത് വഴിതെറ്റലായി പ്രഖ്യാപിക്കും എന്ന വിശദീകരണം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തെറ്റായ സംഗതികളും പിന്നെ അതുപോലെ തന്നെ എല്ലാ അനുസരിക്കേണ്ട കാര്യങ്ങളും അതിൽ പൊതുവായി അനുസരിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്നും തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നുമുള്ള പൊതുവായ വിരോധവും ഈ കാര്യത്തിൽ അടങ്ങിയിട്ടുണ്ട്, ഈ സൂക്തത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു എന്ന് കാണാം. ഇമാം ലഹാഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞത്, മാക്കാനല്ലാഹു ലിയുഅദ്ദിബ ഖൗമൻ, അല്ലാഹു തആല ഒരു വിഭാഗത്തെ ശിക്ഷിക്കുകയില്ല, ഹത്താ യുബയ്യിന ലഹും, അവർക്ക് അവൻ വിശദീകരിച്ചു കൊടുക്കുന്നത് വരെ, മായതൂനവുമായ ദറൂൻ, അവരെന്താണ് കൊണ്ടുവരേണ്ടത്, എന്താണ് അവർ ഉപേക്ഷിക്കേണ്ടത് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് വരെ. അപ്പൊ വിശദീകരണം അള്ളാഹുവിന്റെ ഭാഗത്ത് വരുന്നതിന് മുമ്പ് ഒരു പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആരെയും ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ആമിന ബിബി റളിയല്ലാഹു അൻഹയോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കുറ്റവാളികളല്ല,
ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന കൽപ്പനയോ വിലക്കോ അവർക്ക് വന്നിട്ടില്ല. അത് വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും ശിക്ഷിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. അതുകൊണ്ട് മുത്തുനബിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചൊക്കെ അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ സ്വൈരം കെടുത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അത്തരം വഴികളൊക്കെ മാറ്റിവെക്കേണ്ടതാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ സംഗതിയിലും വരും. ബഹുമാനപ്പെട്ട ഇമാം മുഖാത്തിൽ റളിയല്ലാഹു അൻഹും ഇമാം കലബി റഹ്മത്തുള്ളാഹിയും പറഞ്ഞത് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഹാദാ ഫിൽ മൻസൂഖി. ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദുർബലപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതായത് വദാലിക അന്ന ഖൗമൻ ഖദിമു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസ്ലമു. ഒരു കൂട്ടം ആളുകൾ മുത്തുനബിന്റെ അടുത്ത് വന്ന് വിശ്വസിച്ചു, ഇസ്ലാമിൽ മെമ്പർമാരായി. ആ സമയത്ത് വലം തക്കുനിൽ ഖംറു ഹറാമൻ, മദ്യം ഹറാമായിരുന്നില്ല. അതേപോലെ വലൽ ഖിബ്ലത്തു മസ്റൂഫത്തിനൽ കഅബ, കഅബാലയത്തിലേക്ക് ഖിബിലയാക്കി നിശ്ചയിക്കപ്പെട്ടിട്ടുമുണ്ടായിരുന്നില്ല. അഥവാ ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയാക്കി നിസ്കരിക്കുന്ന സമയമാണ്. അങ്ങനെ ഫറജഉ ഇലാ ഖൗമിഹിം വഹും അലാ ദാലിക, അവരതേ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചുപോയി. മദ്യം ഹറാമില്ല, കഅബയിലേക്കല്ല മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സുമ്മ ഹുർരിമത്തിൽ ഖംറു സുരിഫത്തിൽ ഖിബില, പിന്നീട് മദ്യം ഹറാമാക്കപ്പെടുകയും ഖിബില ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് തെറ്റിക്കപ്പെടുകയും ചെയ്തു. വലാ ഇൽമ ലഹും ബിദാലിക, എന്നാൽ അവരാണെങ്കിൽ ഈ നിയമമാറ്റം അറിഞ്ഞിരുന്നില്ല. സുമ്മ ഖദിമു ബഅദ ദാലിക്കൽ മദീന, പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ഒരു മദീനത്ത് വന്നു. ഫവജദുൽ ഖംറ ഖദ് ഹുർരിമത് വൽ ഖിബ്ലതു ഖദ് സുരിഫത്, കല്ല് ഹറാമാക്കപ്പെട്ടതായും അതേപോലെ തന്നെ കഅബ തെറ്റിക്കപ്പെട്ടതായും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് കുൻത അലാ ദീനിൻ വനഹ്നു അലാ ഗൈരിഹി ഫനഹ്നു വലാൽ, തങ്ങളൊരു മതത്തിലും ഞങ്ങളത് അല്ലാത്തൊന്നിലും ആയിപ്പോയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വഴിതെറ്റിയവരായോ എന്ന് ചോദിച്ചു. അതായത് തങ്ങൾ മദ്യം ഹറാമാണ് എന്ന തീരുമാനത്തിൽ വന്നതിന് ശേഷവും ഞങ്ങൾ ഹറാമല്ല എന്ന വിശ്വാസത്തോടുകൂടെ നടന്നില്ലേ? തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന സമയത്തും ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അറിയാതെ നിസ്കരിച്ചു പോയില്ലേ? അതുകൊണ്ട് ഞങ്ങൾ വഴിതെറ്റിയവരായി പോയോ എന്ന് ആശങ്കിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു തആല ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല അവതരിപ്പിച്ചതാണ് വമാ കാന അല്ലാഹു ലിയുളില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും. ഒരു വിഭാഗത്തെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം അല്ലാഹു തആല അവർ വഴിതെറ്റിയവരായി പ്രഖ്യാപിക്കുകയില്ല. ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ, അവരെന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് വരെ. അതായത് യാനി മാ കാന അല്ലാഹു ലിയുബ്തില അമല ഖൗമിൻ ഖദ് അലിമു ബിൽ മൻസൂഖി ഹത്താ യതബയ്യന ലഹുമുൻ നാസിഖ്. ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ആ മനസ്സിലാക്കിയതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. പക്ഷെ ആ പ്രവർത്തിച്ച സംഗതി ദുർബലപ്പെടുത്തപ്പെട്ടിരുന്നു. എന്നാൽ ദുർബലപ്പെടുത്തിയ നിയമം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർ ചെയ്ത പ്രവർത്തനത്തെ അല്ലാഹു തആല നിഷ്ഫലമാക്കുകയില്ല എന്ന് ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഖാത്തിൽ റളിയല്ലാഹു അൻഹു കലബി തങ്ങളും പറഞ്ഞതായി ഹാഫിദ് ഇബ്നു കസീർ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അടുത്ത തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ നോക്കൂ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കൽപ്പനകൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വരണം, അല്ലെങ്കിൽ വിരോധം വരണം. അത് വിരോധവും കൽപ്പനയും ഇല്ലാത്ത വിഷയത്തിലൊക്കെ അനുവാദം എന്ന പൊതുതത്വമായിരിക്കും നിലനിൽക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വിരോധം വരാത്തൊരു സംഗതി ചെയ്യരുത് എന്ന് പറയാൻ വിലക്കാനോ, അല്ലെങ്കിൽ കൽപ്പന വരാത്തൊരു സംഗതി ചെയ്യണം എന്ന് കൽപ്പിക്കാനോ നിവൃത്തിയില്ല. ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് അനുവാദമെന്ന പൊതുതത്വമായിരിക്കും നിലനിൽക്കുക എന്നിവിടെ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു കസീർ ഇബ്നു ജരീർ തുബരി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വഖാല ഇബ്നു ജരീരിൻ യഖൂലുല്ലാഹു തആല, അല്ലാഹു പറഞ്ഞതായിട്ട് ഇബ്നു ജരീർ തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നത്, വമാ കാന അല്ലാഹു ലിയഖ്ലി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേലിൽ വിധിക്കുകയില്ല ഫിസ്തിഗ്ഫാരിക്കും ലിമൗതാക്കുമുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ മരണപ്പെട്ടവർക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടിയതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളുടെ മേലിൽ വിധിക്കുകയില്ല ബിൽവലാലി, വഴികേട് കൊണ്ട് വിധിക്കുകയില്ല, നിങ്ങൾ വഴിതെറ്റിപ്പോയി എന്ന് വിധിക്കൂല. ബഅദ ഇദ് റസഖക്കുമുൽ ഹിദായ, അല്ലാഹു തആല നിങ്ങൾക്ക് സന്മാർഗം തന്നതിന് ശേഷം, വവഫഖക്കും ലിൽ ഈമാനി ബിഹി വബിറസൂലിഹി, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കാനുള്ള സൗഭാഗ്യവും നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങൾ വഴിതെറ്റിപ്പോയി എന്ന് അല്ലാഹു വിധിക്കുകയില്ല. ഹത്താ യതഖദ്ദമ ഇലൈക്കും ബിന്നഹി അൻഹു ഫതത്റുകു, അല്ലാഹു തആല നിങ്ങൾക്ക് വിരോധം അവതരിപ്പിച്ചു തരികയും അങ്ങനെ നിങ്ങൾ ആ വിരോധിക്കപ്പെട്ട സംഗതി ഉപേക്ഷിക്കുകയും ചെയ്യുക.
അതുവരെ അള്ളാഹു നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യൂല, വിരോധിക്കപ്പെട്ട സംഗതി നിങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും അതേ പ്രവർത്തനത്തിലേക്ക് മടങ്ങിയാലല്ല നിങ്ങൾ വഴിതെറ്റിയവരായി പ്രഖ്യാപിക്കുകയില്ല. ഫാമ്മാ ഖബല അയ്യുബയ്യിന ലക്കും കറാഹിയ്യതഹു ദാലിക ബിന്നഹി അൻഹു, അല്ലാഹു തആല അത് വിലക്കിക്കൊണ്ട് അതിനോടുള്ള വെറുപ്പ് അല്ലാഹു പ്രകടിപ്പിക്കുന്നതിന് മുമ്പ്, അല്ലാഹു തആല നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥ. എന്നിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ വിലക്കപ്പെട്ട സംഗതികൾ പിന്നീട് വിലക്ക് വരുന്ന പ്രവർത്തനം നിങ്ങൾ നേരത്തെ നടത്തുകയും ചെയ്താൽ ഫഇന്നഹു ലാ യഹ്കുമു അലൈക്കും ബിദ്ദലാൽ, നിങ്ങൾ വഴിതെറ്റിയവരാണെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയില്ല നിങ്ങൾക്കെതിരിൽ. കാരണം ഫഇന്ന ത്വാഅത വൽ മഅസിയത, അനുസരണവും അതേപോലെ തെറ്റും ഇന്നമായ കൂനാനി മിനൽ മഅ്മൂരി വൽ മൻഹിയി, കൽപ്പിക്കപ്പെട്ട സംഗതിയിൽ നിന്നും അതേപോലെ തന്നെ വിലക്കപ്പെട്ട സംഗതിയിൽ നിന്നുമാണ് ഉണ്ടാവുക. അതായത് കൽപ്പിക്കപ്പെട്ട സംഗതി ചെയ്യാതിരുന്നാൽ അത് തെറ്റായി പോകും, അതേപോലെ തന്നെ വിരോധിക്കപ്പെട്ട സംഗതി ചെയ്താൽ അതും തെറ്റായി പോകും. വഅമ്മാ മല്ലം യുഅ്മർ, അപ്പോൾ കൽപ്പിക്കപ്പെടാത്തവർ, വലം യുൻഹ, വിലക്കപ്പെടുകയും ചെയ്യാത്തവർ, ഫഗൈറു കായിനിൻ മുത്തിഅൻ ഔ ആസിയാ, അവരെക്കുറിച്ച് അനുസരിച്ചവരെന്നോ തെറ്റ് ചെയ്തവരെന്നോ പറയാൻ പറ്റില്ല. ഫീമാ ലം യുഅ്മർ ബിഹി വലം യുൻഹ അൻഹു, കൽപ്പിക്കപ്പെടുകയോ വിരോധിക്കപ്പെടുകയോ ചെയ്യാത്ത വിഷയത്തിൽ അവർ കുറ്റവാളികളാണെന്നോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തുവെന്നോ പറയാൻ പറ്റൂല. അപ്പൊ ഏതൊരു കാര്യമാവട്ടെ ആ കാര്യത്തിന് വിലക്ക് വരിക എന്നതോ അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന കൽപ്പന വരികയോ ചെയ്യുന്നതിനു മുമ്പ് അനുവാദമെന്ന പൊതുതത്വമായിരിക്കും നിലനിൽക്കുക എന്ന് ഇമാം ഇബ്നു ജരീർ തുബരി തങ്ങൾ വിശദീകരിച്ചതായി ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, നിശ്ചയം അല്ലാഹു തആല അവൻ ഉള്ളതാണ് ആകാശഭൂമിയുടെ അധികാരം. യുഹയ്യി വ യുമീതു, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിനെ വിട്ടുകൊണ്ടൊരു സംരക്ഷകനോ സഹായിയോ നിങ്ങൾക്കില്ല. അപ്പൊ അവനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവൻ നിശ്ചയിച്ച സഹായികളും സംരക്ഷകരും ഒക്കെ നിങ്ങളുടെ സഹായത്തിനെത്തുകയും ചെയ്യും. അതാണ് അല്ലാഹു തആല സൂറത്ത് മാഇദയിലൊക്കെ പറഞ്ഞത്. സത്യവിശ്വാസികൾക്ക് അല്ലാഹുവും അവന്റെ റസൂലും യഥാർത്ഥ സത്യവിശ്വാസികളും സഹായികളും സംരക്ഷകരുമാണ്. അവരെ സഹായികളും സംരക്ഷകരും ആക്കിയവർ അള്ളാഹുവിന്റെ പാർട്ടിയാണ് എന്ന് സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒമാലക്കും മിന്ദൂനില്ല, അള്ളാനെ വിട്ടുകൊണ്ടൊരു സംരക്ഷകനോ സഹായിയോ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വെച്ച സഹായികളെ, അല്ലാഹു തആല അനുവദിച്ച സംരക്ഷകരെ അത് നിങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അവരെ തള്ളിപ്പറയുന്നതും തെറ്റാണ്. അല്ലാഹു തആല അനുവദിക്കാത്ത സഹായികളും സംരക്ഷകരും ഉണ്ടെന്ന് വാദിക്കുന്നതും തെറ്റാണ്. അപ്പൊ ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച സഹായികളും സംരക്ഷകരും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പടച്ചോന്റെ സ്വന്തം ആൾക്കാരാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് അഹങ്കാരമാണ്, അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കൾ നമ്മുടെ സഹായികളും സംരക്ഷകരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുഅ്തൂനസ് സക്കാത്ത വഹും റാക്കിഊൻ വമൻ യതവല്ലല്ലാഹ വറസൂലഹു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹുവും അവന്റെ റസൂലും സത്യവിശ്വാസികളും നിങ്ങളുടെ സംരക്ഷകരും സഹായികളുമാണ്. അവരെ സഹായികളും സംരക്ഷകരുമായി ആരെങ്കിലും ഭരിച്ചാൽ അവർ അള്ളാഹുവിന്റെ പാർട്ടിയാണ്, ആ പാർട്ടി വിജയിച്ചവർ തന്നെയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹത്തുക്കളെ നിരാകരിക്കണം എന്ന വാദം ഉന്നയിക്കുന്നത് അതൊരു തരം തെറ്റായ പ്രവണതയിലേക്ക് സമൂഹത്തെ നയിക്കലാണ് എന്ന് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. എല്ലാ അധികാരവും അള്ളാഹുവിന്റെ ആ നിയന്ത്രണത്തിലാണ്. അവനുദ്ദേശിക്കുന്നവരവൻ ജീവിപ്പിക്കുകയും അവനുദ്ദേശിക്കുന്നവരവൻ മരിപ്പിക്കുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആലയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സഹായങ്ങളും സംരക്ഷകനും ഒക്കെ തരുന്നവൻ. അതുകൊണ്ട് അവന്റെ സഹായം പ്രതീക്ഷിച്ച് അവന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. ശത്രുക്കളുമായി പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ അവിടെയും പടച്ചവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ സഹായം ഉറപ്പിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് യാതൊരു ചളിപ്പുമില്ലാതെ ഇറങ്ങി വരാനുള്ള നിർബന്ധ ബുദ്ധി വിശ്വാസികൾ കാണിക്കണം എന്നതിലേക്ക് കൂടി ഈ സൂക്തത്തിൽ സൂചനയുണ്ടെന്ന് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഹാദാ തഹരീറുൻ മിനല്ലാഹി ലിഇബാദിഹിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള പ്രചോദനമാണിത്. ഫീ ഖിതാലിൽ മുശ്രിക്കീന മുലൂക്കിൽ കുഫൂർ, സത്യനിഷേധത്തിന്റെ രാജാക്കന്മാരും
അതേപോലെ തന്നെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളും അവരുമായൊക്കെയുള്ള ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നതിന്. അങ്ങനെ ധർമ്മസമരത്തിൽ ഏർപ്പെടുമ്പോൾ മാലിക്കിസ്സമാവാത്തി വല്ലർന്ന്, ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ സഹായം അവർ ഉറപ്പിക്കുകയും വേണം. വലം യർഹബൂമിൻ അഅദാഇഹി, അള്ളാഹുവിന്റെ ശത്രുക്കൾ, ആ ശത്രുക്കൾ അശേഷം ഭയപ്പെടേണ്ടതില്ല. കാരണം ഫഇന്നഹു ലാ വലിയ ലഹും മിൻ ദൂനില്ലാഹ് വലാ നസീറ ലഹും സിവാ, അള്ളാഹുവിനെ വിട്ടുകൊണ്ടുള്ള ഒരു സംരക്ഷകരോ അള്ളാഹു അല്ലാത്തൊരു സഹായിയോ യഥാർത്ഥത്തിൽ അവർക്കില്ല. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും പടച്ചവനിലെല്ലാം അർപ്പിച്ച് അവന്റെ തീരുമാനത്തിനനുസരിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ച് വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകുകയുമാണ് വിശ്വാസികൾ വേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അർഹമുർ റഹീമായ റബ്ബിന്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാൻ പടച്ചവൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.